സോ ഗൈസ് അപ്പോൾ ഇന്ന് എന്താണ് ഞാൻ പറയാം ഗൈസ് നമുക്ക് ബിഗ് ബോസ് കാണാൻ ഇഷ്ടമുണ്ട് മാത്രം കണ്ടാൽ സാറിന് വ്ളോഗാന്ന് ഓർത്താരും കാണാൻ വരണ്ട. സോ ഗൈസ് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഈ സീസൺ എന്താ നടക്കണേന്ന് കാണുന്നവർക്ക് അറിയില്ല, അവർക്കും അറിയില്ല, ഓഡിയൻസിനും അറിയില്ല, ആർക്കും അറിയില്ല ഗൈസ് എന്തൊക്കെയാണ് നടക്കുന്നത്. ഇപ്പോൾ ജാസ്മിനും ഗബ്രിയുടെ സീസണിൽ ഇപ്പോൾ നല്ല വൈറലാണ്, കുറേ ട്രോളും മഞ്ഞുണ്ട്. പിന്നെ രതീഷ് പുറത്തായി, രതീഷ് ഒരു നോമിനേഷനിൽ പുറത്തായതാണ്. എന്നാലും ജയിലിലൊക്കെ കിടന്ന് പൊളിയായിരുന്നു ഗൈസ്. പിന്നെ പാവൻ ജിൻഡോന് ആദ്യം വന്നപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ ഇപ്പോൾ പവറായി. പിന്നെ എപ്പിസോഡ് ബൈക്ക് പോയി ഗൈസ്. എപ്പിസോഡ് 12 കണ്ടാൽ നിങ്ങൾക്കറിയാം. ജാസ്മിൻ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു, കയറുന്നു, പുറത്തേക്ക് പോരുന്നു. അല്ല, ഉള്ളിൽ വെച്ച് ബിഗ് ബോസ് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ വന്നതാണോ എന്ന് ചോദിക്കുന്നത്. എന്തിനാണ് വെറുതെ ഗ്രൂപ്പായിട്ട് കളിക്കാൻ, ഒറ്റക്കാണ് കളിക്കേണ്ടതെന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതിന് കാക്കയൊക്കെ കിടന്ന കാരണം അത് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നു. കൺഫെഷൻ പുറത്തേക്ക് കുഞ്ഞു മുമ്പ് ബിഗ് ബോസ് പറയണ എന്താണ് അച്ഛന് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ അത് കാണിക്കണില്ല, എന്താ സംസാരിക്കണേ. അത് കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് വരുമ്പോൾ നേരെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ എന്താണ് ജാസ്മിൻ കരഞ്ഞുകൊണ്ട് വരുന്ന അച്ഛന് സർജറി. സോ ഗൈസ് അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അപ്പോൾ പുറത്ത് സർജറിയാന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് വന്നത്. അത് കഴിഞ്ഞ് എന്താണ് കുറേ വിഷമിച്ചിരിക്കുന്ന പോലെ കാണിക്കണം. ഗബ്രിനോടും അതെല്ലാവരും പുറത്തേക്കൊന്ന് പോകുന്നു ചോദിച്ചപ്പോൾ ഗബ്രി നിന്നോട്ടെ എന്ന് പറഞ്ഞാൽ അതെന്താ സംഭവം ഗൈസ്. പിന്നെ അതിൽ തന്നെ ഇപ്പം അവൾ വിശ്വസിക്കുന്ന വെച്ചാൽ ഇതൊക്കെ കാരണം അവൾ കാണിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ടാണ് അച്ഛനെ അറിയാണ്ടായിരുന്നു അവൾ പറയണത്. ഇനി ശരിക്കും ആണെന്ന് തന്നെ അറിയില്ല. എന്താണെന്ന് വെച്ചാൽ പുറത്തിറക്കണമെന്ന് ഉള്ളിലേക്ക് പറയാൻ പാടില്ല എന്നുള്ള ഇതുണ്ട്. എന്നുള്ള ബിഗ് ബോസിൻ്റെ റൂള് പോലെ ഉണ്ട്. പക്ഷേ ഹിന്ദിയിലല്ലാത്തത് തെറ്റിച്ചിട്ടുണ്ട്. ഹിന്ദിയിൽ മറ്റേ നടന്മാർ വന്നിട്ട് മറ്റേ എഗ്രിമെൻ്റ് ഒരു സൈൻ ചെയ്ത് ഫിലിമിന് വേണ്ടിയുള്ളത് അത് അവർ തന്നെ പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ മലയാളത്തിൽ ഇപ്പം അങ്ങനെ സംഭവിക്കാനാണെന്ന് അറിയില്ല ഗൈസ്. അപ്പം എന്താണ് വിഷമിച്ചോലെ കളിക്കുന്നുണ്ട്. എന്താണ് റോക്കിനോട് വന്നിട്ട് സോറിയൊക്കെ പറയണ് ജാസ്മിൻ. കൈ താടാ, എന്തിനാന്നൂടെ പറയാം. കളിച്ചത് മതിയായില്ലേ, പുതിയ അടവാണോ? കൈ താടോ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. നിനക്കൊരു വിചാരമുണ്ട് നീ ഭയങ്കര ബോൾഡാണെന്ന്. ബോൾഡല്ല, ബോൾട്ടാണ്, ബോൾട്ട്. നീ താ, ഒരു കാര്യം പറയട്ടെ. നീ ഒന്നും പണയണ്ട. ഉറപ്പാണോ? തരൂലെന്ന് ഉറപ്പാണോ? തരത്തില്ല തരത്തില്ല തരത്തില്ല. എന്റെ മുഖത്തോട് നോക്ക്. തരൂല. പോയല്ലേ എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ. ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് എന്താ പതി നിനക്ക് വരാൻ കാരണം ഏതൊക്കെയോ വശത്ത് ഞാൻ വിചാരിച്ച് ഞാൻ എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ചു കൂട്ടി. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. പക്ഷേ എന്താണ് റോക്കിക്ക് മനസ്സിലായത് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനത്തെ ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണെന്ന് റോക്കി ഇടഞ്ഞ് നിൽക്കുന്നു. റോക്കി ഒക്കെ സീനാണ്. എന്താണെന്ന് വെച്ചാൽ എപ്പിസോഡ് തന്നെ ഗബ്രിയും ജാസ്മിനും കൂടെ കളിയാക്കുന്ന രീതിയിൽ വേറെ പറഞ്ഞ, പക്ഷെ അവനെ നോക്കി പറഞ്ഞ അവന് അവന് കൊള്ളണ പോലെ പറഞ്ഞ്. കാരണം കേട്ടില്ല, പക്ഷെ അവനെ നോക്കി ചിരിക്കും അങ്ങനെ സംഭവമൊക്കെ കാരണം അവനെ കൊണ്ട് ഗൈസ്. അപ്പോൾ അവൻ എന്ത് ചെയ്ത് അവിടെ ഞാൻ ഓർക്കുമ്പോൾ കുറേ എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ എല്ലാം പറയാനായിരിക്കും പോണത്. പക്ഷെ അവിടെ ചെന്നിട്ട് നേരെ ക്ലാസ്സിൽ ടേബിൾ വെച്ചിട്ട് അതിൽ കൊട്ടിയിട്ട് ഗൈസ് എൻ്റെ പോലെ ഞാൻ കുറച്ച് വേറെ കുലുങ്ങി കൊടുത്തു നോക്കിയപ്പോൾ ഇടിച്ച് പൊളിച്ച് ഗൈസ്. ഏതാ റോക്കിയുടെ പവർ. എന്നിട്ട് അവർ ശരിക്കും പേടിച്ചിട്ടുണ്ട് സിസ്റ്ററുടെ. അത് അടുത്ത എപ്പിസോഡോട്ട് ഗബ്രി നല്ല ഷോയാണ് ഇറക്കണം. ഇക്കാര്യം ചെയ്ത് നോമിനേഷന് ജാസ്മിനെ ഗബ്രിയുടെ പേര് വന്നാൽ അവർ പോകും. ആ ഉറപ്പാണ്. ആരും ഒരാൾ പോകും, ഗബ്രി അല്ലെങ്കിൽ ജാസ്മിൻ പോകാൻ വരികയുണ്ട് ഉടനെ തന്നെ. സോ ഗൈസ് അപ്പോൾ നോമിനേഷൻ വന്നപ്പോൾ നല്ല സാധ്യതയുണ്ട് ഇവരാണ്. പിന്നെ ജിൻഡു ഇപ്പോൾ നന്നായി കളിക്കുന്നുണ്ട്. പിന്നെ വേറെ മറ്റേ അപ്സരയും കുഴപ്പമില്ല ഗൈസ്, മിക്കവരും കുഴപ്പമില്ല. പക്ഷേ ഓഡിയൻസിന് ഇഷ്ടപ്പെടാത്ത പോകാൻ പോകുന്നത് പല കാര്യങ്ങളും ഉണ്ട് ഗൈസ്. അങ്ങനെ ഗൈസ് പിന്നെ നല്ല ഇത് അവരുമായിട്ട് പുറത്തൊക്കെ പ്ലാൻ ചെയ്ത് തന്നതാണ് മിക്ക യൂട്യൂബേഴ്സും പറയണ കുറേ പേരുണ്ട്. സോ ഗൈസ് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് യൂട്യൂബ് ഇൻസ്റ്റ ഓടെ തന്നെ കുറേ റീലായിട്ടും കാണാൻ സാധിക്കുന്നത് ഇവരെക്കുറിച്ച്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ എപ്പിസോഡ് 13 നടക്കുന്ന സീൻ എന്താണെന്ന് വെച്ചാൽ അർജുൻ കുറച്ച് ആക്ടിവായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്താണ് കഴിച്ചാൽ രാവിലെ അതൊക്കെ ഇതൊക്കെ എടുത്ത് പാലൊക്കെ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് ബാക്കിയുള്ളവർക്കൊക്കെ എടുത്ത് കൊടുത്ത് അങ്ങനെ ഇത് കാണിച്ച് കൊള്ളക്കാരനാന്ന് പറഞ്ഞ് കഴിച്ചാൽ കൊള്ളക്കാരനും കള്ളൻ്റെ സീൻ എന്ന് പറഞ്ഞാൽ രാവിലെ റോക്കിയും ഗബ്രിയും തമ്മിൽ എന്തോ സീനുണ്ടായി. അപ്പം പറഞ്ഞ് ഇതിൽ വെച്ചാൽ കൊള്ളയടിച്ചതാണെന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇത് ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് അതിൻ്റെ സംഭവമൊക്കെ ഇരുന്നത്. പിന്നെ മറ്റേ ഇൻട്രൊഡക്ഷൻ ചെയ്യുമല്ലോ ഗൈസ്, അതുണ്ടായി. അപ്പം അതിൽ എന്താണ് അപ്പം നമുക്ക് മനസ്സിലായി അർജുൻ്റെ മറ്റേ ലെഫ്റ്റ് സൈഡിൽ അവന് ഹെമോഗോ അങ്ങനത്തെ എന്തോ അസുഖമുണ്ട്, അങ്ങനത്തെ അസുഖമുണ്ട്. ആ അസുഖം എന്ന് പറയുമ്പോൾ നമ്മളെ മെയിൽസിന് എന്നതാണ് ഒരു മറ്റേ മസിൽസിന് എന്തോ പറ്റി
ഗ്രിപ്പ് കിട്ടാണ്ടാവണം അങ്ങനത്തെ ഒരു സംഭവമാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ വന്നത്. സോ ഗൈസ് അപ്പം അങ്ങനെ സംഭവമൊക്കെ ഞങ്ങളിപ്പോൾ കാണുന്നത് ഗൈസ്. ഇപ്പോൾ ബിഗ് ബോസ് ഈ വർഷം ഞാൻ അപ്പോൾ റോബിൻ്റെ സീസൺ കണ്ട് അഖിൽമാരാരുടെ സീസൺ കണ്ട്. അഖിൽമാരുടെ രസമായിരുന്നു. റോബിൻ്റെയിൽ ഫുള്ള് തല്ലേണ്ട അതും വൈബുണ്ടായി. ഇതിൻ്റെ ഞാൻ പറയാം ഗൈസ് റെഡീസൊക്കെ ആയപ്പോൾ കോമഡി ആയിരുന്നു. വെറുതെ കുറച്ചുണ്ടാക്കുമെന്ന് വെച്ച് മറ്റവരൊക്കെ വന്ന റെഡീസ് ആയി കഴിഞ്ഞാൽ കുറച്ച് ഷോ പോയി. എല്ലാവരും മൂകത്തില്ല എന്താണ് വെറുതെ എന്തിനാണെന്നൊന്നും അറിയാണ്ട് എന്തൊക്കെ ചെയ്യണേ ഗൈസ്. പിന്നെ സൈഡിൽ കൂടെ ഓട്ടോണ് കാക്കയൊക്കെ കിടന്ന കാരണം ഗൈസ് എന്തൊക്കെ സീൻ ഉണ്ടായിട്ടുണ്ടാവാം. ഫുള്ള് ഷോ കൊണ്ട്. പിന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ തന്നെ ഫുൾ മിസ്റ്ററി ആണല്ലോ ഗൈസ്. ഹിന്ദിയിൽ വേറെ ഇതായിരിക്കും മലയാളത്തിൽ. പക്ഷെ മലയാളം ഇപ്പം അത് പുറത്തിറങ്ങാൻ ഇപ്പം പറഞ്ഞു കൊടുത്ത് ശരിക്കും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ ഹിന്ദിയിലൊക്കെ മറ്റേ വിൻ ചെയ്ത ആൾ തന്നെ പറഞ്ഞ് ഞാൻ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട് ഫിലിമിൻ്റെ എന്നൊക്കെ. സോ ചെറു കുറേ സംഭവമൊക്കെ നടക്കാനുണ്ട് ബിഗ് ബോസിലൊക്കെ. എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ജാസ്മിൻ്റെ സീൻ തന്നെ ഇപ്പോൾ എന്താണെന്ന് കേട്ടാൽ നമുക്ക് അടുത്ത എപ്പിസോഡ് വന്നാൽ അറിയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ജാസ്മിൻ ബിഗ് ബോസിന് പുറത്ത് വന്നാൽ നമുക്ക് ഇനി അറിയാൻ പറ്റുള്ളൂ. മിക്കവാറും ജാസ്മിൻ പുറത്തേക്ക് പോകാൻ സാധ്യതയില്ല. ഈ അച്ഛൻ്റെ സർജറിയാന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ മതി. ചിലപ്പോൾ പോയിരിക്കും. അങ്ങനെ നമുക്ക് പുറത്ത് വരുമ്പോൾ അറിയാൻ പറ്റും.